നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ കാണിക്കാതെ വല്ലവനെ കാണിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. മലയാളം ഇപ്പോൾ രജനീകാന്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനു പിന്നെ ഇവിടെ വന്നത് ടിക്കറ്റ് എടുത്തോണ്ട് 85 രൂപ ഓൺലൈൻ കൊടുത്ത് വന്നത് കലി കയറുന്നു. ഓൺലൈൻ വഴി 85 രൂപയല്ലേ ടിക്കറ്റ്, ഒരു തേങ്ങയില്ല. കാണിക്കാതെ പൂച്ചപ്പ് വരാൻ വേണ്ടിട്ടായിരിക്കും. വീട് ബ്ലാസ്റ്റ്, ഇവിടെ തിയേറ്റർ ബ്ലാസ്റ്റ്, അത്രയല്ലേ സെറ്റ്. പിന്നെ തീർച്ചയായിട്ടും 15 മിനിറ്റ് 50 രൂപ നമ്മൾ കണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ അതിനുള്ള ഒരു 2 മിനിറ്റൊക്കെ ഉള്ളൂ. അതുമില്ല. അല്ല അനൗൺസ്മെന്റ് അത്രേ ഉള്ളൂ. അത് പറഞ്ഞാൽ അടിപൊളി. സെക്കൻഡ് പാർട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഒരു രക്ഷയില്ല. ഇൻട്രോ ജസ്റ്റ് ട്രെയിലർ ഇങ്ങനെയാണെങ്കിൽ പടം എങ്ങനെയായിരിക്കും, ഒരു ലക്ഷ്യമില്ല. നെൽസൺ അമ്മാതിരി. അനിരുദ്ധി തന്നെയാണോ പ്രതീക്ഷ? അനിരുദ്ധി തന്നെയാ. ഫസ്റ്റ് പാർട്ട് എങ്ങനെയായിരിക്കും, അപ്പൊ സെക്കൻഡ് പാർട്ട് പൊളി സീൻ സെറ്റ്. ഒരു 4 മിനിറ്റ് ഒക്കെ വരും. ഉണ്ട്. പിന്നെ പൊളി. ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അടിപൊളി. സൂപ്പർ വരുത്തണ തലവർ തകർക്കും. മ്യൂസിക് അനിരുദ്ധി തന്നെയാണ്. അതാണ് വീണ്ടും സീൻസ് ആണ്. ഇത് വെയിറ്റിംഗ് ആണ്. ഹെവി വെയിറ്റിംഗ് ആണ്. പിന്നെ സംശയം ഉണ്ടോ പറയുമ്പോഴത്തേനെ തലവർ നിരന്തരം. ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. രക്ഷയില്ല. തൂക്കും പടം ഭയങ്കര മ്യൂസിക്. നോക്കോ 4 മിനിറ്റിലേ ഉള്ളായിരുന്നു. 50 രൂപയൊക്കെ കാണാനുള്ള വർക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. തലവര് വീണ്ടും വരെയാണ്. അനിരുദ്ധ മ്യൂസിക് വീണ്ടും ഉണ്ട്. അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെയിം തന്നെയാണ്. ഇപ്പൊ ഇത്ര ഉള്ളതൊന്നും പുതിയത് വരുമായിരിക്കും. പക്ഷെ സൂപ്പറാണ്. തീ സാധനം 50 രൂപ കാണണല്ലേ. അതിലുണ്ട് സാധനം. അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ അല്ലേ. നമ്മള് യൂട്യൂബിൽ കാണുമ്പോൾ കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ 4 മിനിറ്റിലാണ് 50 രൂപ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടത്. അതിനുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഒരു ത്രില്ലുണ്ട്. മറ്റേ ജയിലറിലെ ഫസ്റ്റ് സീനിലെ മാസ് സീൻസിനെ പോലെ ഇതിൽ ഇപ്പോൾ അനൗൺസ്മെന്റ് ആ സെയിം മാസ് സീനെ 4 മിനിറ്റ് സാധനത്തിനാണ് 50 രൂപ കയറിയിരിക്കുന്നത് തിയേറ്ററിൽ കാണാൻ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ എല്ലാ നടന്മാർക്കും സ്ഥിരം ഉണ്ടാവുന്നത്. ഇത് ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ്. അപ്പം ഇനി അത് വരാം. പിന്നെ ജയിലറിന്റെ ട്രെയിലർ മാത്രമല്ല കാണിച്ചത്, അതിന് മുമ്പ് കുറെ മലയാള പടത്തിന്റെ ട്രെയിലറും കാണിച്ചായിരുന്നു. വീണ്ടും തലവർ നിരന്തരം അത് എത്തി. വേറെ ലെവലായിരുന്നു. മ്യൂസിക് എപ്പടി ഇருக்கு? സൂപ്പർ. കിടിലമായിരുന്നു. ഈ അടുത്ത് കണ്ട വിക്രത്തിന് ശേഷം പിന്നെ കണ്ട മറ്റു നല്ല കുറുമ്പായിരുന്നു. വീണ്ടും അനിരുദ്ധ തന്നെയാണ് കൂടെ ചേരുന്നത്. അതിപ്പോ എങ്ങനെയുണ്ട്? വീണ്ടും ഒരു ഹിറ്റ് കോംബോ തന്നെ വീണ്ടും അതെ. അവര് അനിരുദ്ധം ഉണ്ടായിരുന്നു പ്രൊമോ നല്ലതായിരുന്നു. അവരെ നെൽസന്റെ ഒരു കോമഡിയൊക്കെ നല്ല വർക്കായിട്ട്. അവനെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ട് ആ ഒരു രചന തിരിച്ച് പ്രോമോയിൽ നമ്മൾ കാണാൻ പറ്റിയത്. അപ്പൊ ജയിലർ 2 ഇറങ്ങുമ്പം ഇതിനെ ഹൈപ്പ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി അപ്പ കാണാം. ഈ സാധനമാണോ വന്നാലും ഈ യൂഷ്വൽ ഒരു നെൽസൺ ഒരു ഫൺ പ്രോമോയാണ് വരുന്നത്. പക്ഷെ ഇതൊരു പക്ക മാസായിട്ട് ഒരു പ്രോമോയാണ്. ലൈക് തിയേറ്ററിൽ നിന്ന് കത്തി എന്ന് പറയാൻ കിടലായിട്ടുണ്ട്. അല്ലേ ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിലാണെന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് വന്ന്. അത് നല്ല എക്സ്പീരിയൻസ്. കാരണം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതേപോലെ ഇവിടെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ മമ്മൂക്കിന്റെ പടത്തിലെ പോലെ വന്നിരുന്നെങ്കിൽ വെറുത്തായിരുന്നു. അല്ലെങ്കിൽ ഇതേപോലെ കാണും 50 മിനിറ്റ്. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലോണം ഉണ്ട്. എസ്പെഷ്യലി ആ ഫാൻസിന്റെ കൂടെ ഒക്കെ ഇന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് 50 രൂപ വെറുത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ. മലയാള പടത്തിന് ഒന്ന് ഉറപ്പായിട്ട് കാണും. ഫസ്റ്റ് അവിടെ സെക്കൻഡ് അല്ല സെക്കൻഡ് ഭയങ്കരമായിട്ട് നല്ല ലാലേട്ടനെ മിസ് ചെയ്തോ? പലരും പറഞ്ഞു ലാലേട്ടനെ ചിലപ്പോ കാണിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇല്ല ലാലേട്ടനൊന്നും തിയേറ്റർ കത്തുന്ന സാധനമാണോ?